വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾക്ക് ഓരോ ദിവസവും പല രീതിയിലുള്ള പണമിടപാടുകൾ, ബിൽ പേയ്മെൻറ്റുകൾ, അങ്ങനെ കുറേ ഇടപാടുകൾ വീട്ടമ്മമാർക്ക് ഓരോ ഓഫീസുകളിൽ കയറി ഇറങ്ങിയൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും നമുക്ക് ഓഫീസുകളിലൊന്നും പോകാതെ യാത്രകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വീട്ടിലിരുന്ന് തന്നെ ഈ ട്രാൻസാക്ഷനുകളൊക്കെ ചെയ്യാൻ വീട്ടമ്മമാരെ പ്രാപ്തരാക്കുക. അറിയാവുന്നവരെ ഉദ്ദേശിച്ചല്ല, അറിയാൻ മേലാത്ത വീട്ടമ്മമാരെ മാത്രം ഉദ്ദേശിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടമ്മമാരെ പ്രാപ്തരാക്കുക, സജ്ജരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും കാണുക. ആദ്യം നമുക്ക് വേണ്ടുന്നതെന്ന് വെച്ചാൽ അതിനായിട്ട് ഒരു ഇമെയിൽ ഐ ഡി, അവരവരുടേതായ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കണം. ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഓരോരോ ട്രാൻസാക്ഷൻസും എങ്ങനെ ചെയ്യും എന്നുള്ളത് നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇമെയിൽ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന വീഡിയോയിലേക്ക് പോകാം. അതിനായി ആദ്യം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ ജിമെയിൽ എന്നുണ്ട്. ആ ജിമെയിൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിന് താഴെയായിട്ട് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് മൈസെൽഫ് ഉണ്ട്, ഫോർ ബിസിനസ് ഉണ്ട്. നമുക്ക് മൈസെൽഫ് എടുക്കാം. അതിൽ തന്നെ നമ്മുടെ ഫസ്റ്റ് നെയിമും നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ പേര്, ഇനിഷ്യൽ കൊടുക്കുക. പിന്നെ നമുക്ക് എന്താണ് മെയിൽ ഐ ഡി ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് ഗൂഗിൾ തന്നെ റെക്കമെൻഡ് ചെയ്യുന്നത് ഓട്ടോ ഫിൽ ആയിരിക്കുകയാണ്. നമുക്കത് വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഇമെയിൽ ഐ ഡി അവിടെ കൊടുക്കുക. ഞാൻ simple.info@gmail.com എന്ന് കൊടുത്തു. അതിനുശേഷം നമ്മൾ പാസ്വേഡ് സെറ്റ് ചെയ്യുകയാണ്. പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതിന് 8 ക്യാരക്ടേഴ്സ് എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. പിന്നെ നമ്പർ ഉണ്ടാവാം, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെ പാസ്വേഡ് സെറ്റ് ചെയ്യുക, നെക്സ്റ്റ് ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ എല്ലാവരും അവരവരുടെ മൊബൈൽ നമ്പർ തന്നെ കൊടുക്കുക. പിന്നെ ഒരു റിക്കവറി ഇമെയിൽ ഐ ഡി ഉണ്ട്, അതും ഓപ്ഷണലാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പിന്നെ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ്, പ്രൈവസി ടേംസ് ആണ് ചോദിക്കുന്നത്. അത് നമ്മൾ എഗ്രി ചെയ്യുക. നമ്മുടെ ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമ്മുടെ മെയിൽ ഐ ഡിയുടെ ഇൻബോക്സ് ആണ് കാണുന്നത്. ഇൻബോക്സിൽ നമുക്ക് വരുന്ന മെയിലുകളെല്ലാം ലിസ്റ്റ് ചെയ്ത് കാണിക്കും. അതിൽ നമുക്ക് ഡേറ്റ് വൈസ് എല്ലാം മെയിൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. പിന്നെ അതിന് ശേഷം കമ്പോസ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. നമുക്ക് ആർക്കെങ്കിലും മെയിൽ അയക്കണമെന്നുണ്ടെങ്കിൽ കമ്പോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. കമ്പോസിൽ 2 എന്നുള്ളിടത്ത് ആർക്കാണോ മെയിൽ അയക്കേണ്ടുന്നത് അവരുടെ മെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്ജക്റ്റ് എന്നുള്ള സ്ഥലത്ത് നമ്മൾ എന്തിനെക്കുറിച്ചാണോ മെയിൽ അയക്കുന്നത് അതിൻ്റെ ഒരു ലഘുവായിട്ടുള്ള ഒരു രൂപം നമുക്ക് സബ്ജക്റ്റ് എന്നുള്ള സ്ഥലത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. പിന്നീട് നമുക്ക് എന്തെങ്കിലും ഫയൽസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് അയക്കണം എന്നുണ്ടെങ്കിൽ വിൻഡോയ്ക്ക് താഴെയായിട്ട് എ എന്നുള്ള സിമ്പലിന് തൊട്ട് സൈഡിൽ ഒരു പിൻ ഷേപ്പ് കിടപ്പുണ്ട്. ആ സിമ്പലിൽ ക്ലിക്ക് ചെയ്താൽ അറ്റാച്ച് ഫയൽസ് എന്നുള്ളതാണ്. അതിൽ അറ്റാച്ച് ഫയൽസിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫയൽസ്, നമുക്ക് ഇതിൻ്റെ കൂടെ അയക്കേണ്ടുന്ന മെസ്സേജിൻ്റെ കൂടെ അയക്കേണ്ടുന്ന ഫയൽസിനെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അപ്പം ആ സിമ്പലിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഫയൽ അറ്റാച്ച് ചെയ്യാണ്. ഒരു ഫയൽ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആ ഫയൽ അതിൻ്റെ കൂടെ അറ്റാച്ച് ആയിട്ടുണ്ട്. അതിനുശേഷം സെൻഡ് ചെയ്യുക. ഇപ്പം ആ മെസ്സേജ് സെൻഡായി കഴിഞ്ഞു. ഈ ആ മെസ്സേജ് സെൻഡായി എന്നറിയണമെങ്കിൽ നമുക്ക് സെൻഡ് മെസ്സേജ് എടുക്കുക. സെൻഡ് മെസ്സേജസിനകത്തത് ലിസ്റ്റ് ചെയ്ത് കാണിക്കും. ഇനി നമുക്ക് വന്ന ഒരു മെസ്സേജിനെ നമുക്ക് ഒരു റിപ്ലൈ അയക്കണം, അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യണം. അതിനെന്താ ചെയ്യണം? ആദ്യമേ ആ മെസ്സേജ് നമ്മൾ ഓപ്പൺ ചെയ്യണം. ആ മെസ്സേജിനെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സൈഡിലൊരു ആരോ മാർക്കുണ്ട്. ആ ആരോ മാർക്ക് റിപ്ലൈ ആണ്. ആ റിപ്ലൈയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ
റിപ്ലൈ എന്താണോ കൊടുക്കേണ്ടത് അവിടെ മെസ്സേജ് മാത്രം ചെയ്യുക. ആ റിപ്ലൈ ബോക്സ് നമുക്ക് പോപ്പ് ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ ആ സൈഡിലെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്താൽ അതൊരു നമ്മൾ സെൻഡ് ചെയ്യുന്ന മെയിലിൻ്റെ കണക്ക് തന്നെ വരും. അതിൽ സൈഡിൽ ഇപ്പം നമ്മളത് ഡിലീറ്റ് ചെയ്തത് ഇനി ഞാൻ ഈ മെയിലിനെ ആർക്കെങ്കിലും ഫോർവേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫോർവേഡ് ബട്ടൺ എടുക്കുക. അതിനുശേഷം ആർക്കാണോ അയക്കേണ്ടത് അവരുടെ മെയിൽ ഐ ഡി എടുത്തതിന് ടു ബോക്സിൽ എഴുതുക. അതിനുശേഷം സെൻഡ് ചെയ്യുക. അതാണ് ഫോർവേഡ് ചെയ്യുന്ന മെത്തേഡ്. ഞാനിത് സൈൻ ഔട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഒരു ഇമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ഒരു ഇമെയിൽ എങ്ങനെ അയക്കാമെന്നതിനെക്കുറിച്ചും എല്ലാം കണ്ടു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഓരോ ബിൽ പേയ്മെൻറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെയുള്ള ബിൽ പേയ്മെൻറ്റുകളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.